പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ, യേശുനാമത്തിൽ ഒരിക്കൽ കൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ, ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ ബിസിനസ് മേഖലകളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സന്യസ്ത ജീവിതം നയിക്കുന്നവര് നിങ്ങളുടെ സന്യാസ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബജീവിതം നയിക്കുന്നവര് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ഈ നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. വചനം നമ്മളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. വചനം നമുക്ക് വിടുതൽ തരുന്ന സമയമാണ്. വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്ന സമയമാണ്. സങ്കീർത്തനം അതിന്റെ 119 അധ്യായം അതിന്റെ 105 തിരുവചനം. സങ്കീർത്തനം 119, 105. അവിടുത്തെ വചനം എന്റെ പാദത്തിന് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. വചനം പറയുകയാണ്, അവിടുത്തെ വചനം എന്റെ പാദത്തിന് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ ഇരുൾ നിറഞ്ഞ വഴികളിൽ നമുക്ക് പ്രകാശമായിട്ട് നമുക്ക് മുമ്പേ പോകും. നമ്മളെ ഗൈഡ് ചെയ്യുവാൻ, നമ്മളെ മുമ്പോട്ട് നടത്തുന്നത് ഈ ദൈവത്തിന്റെ പ്രകാശമാണെന്ന് സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനം 119 അധ്യായം അതിന്റെ 130 വചനം. അങ്ങയുടെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകർന്നു കൊടുക്കുന്നു. സാംസ് 119 വേഴ്സസ് 130. വചനം പറയുകയാണ്, വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകർന്നു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിയിൽ കട്ടപിടിച്ച് കിടക്കുന്ന അന്ധകാരം മാറ്റപ്പെടുന്നത് ദൈവ വചനം നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇരുൾ നിറഞ്ഞ നമ്മുടെ ജീവിത വഴികളിൽ ദൈവത്തിന്റെ വചനം നമുക്ക് തിരുവെളിച്ചമായിട്ട് മുമ്പിൽ പോകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞൊരു 10-15 വർഷങ്ങളായിട്ട് എനിക്ക് ഒരു സഹോദരനെ അറിയാം. ഈ വ്യക്തി ഇവിടെ എന്ത് നമ്മൾ ചോദിച്ചാലും, ചോദിക്കുകയാണ് എന്തുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്ന മറുപടി ഇങ്ങനെയായിരിക്കും: ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ജീവിത പങ്കാളിലേക്ക് എങ്ങനെയുണ്ട്, ജോലി മേഖലകളൊക്കെ എങ്ങനെ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ദൈവകൃപയാൽ നല്ല ഭംഗിയായിട്ട് പോകുന്നു. കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കുന്നു, അവരുടെ പഠന കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ദൈവകൃപയാൽ കുഞ്ഞുങ്ങൾ സുഖമായിരിക്കുന്നു. നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ശുശ്രൂഷ മേഖലകളെ കുറിച്ചും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുശലാന്വേഷണങ്ങൾ നടത്തിയാല് അല്ലെങ്കിൽ വിശേഷങ്ങൾ ആരാഞ്ഞാല് ലഭിക്കുന്ന മറുപടി ഇങ്ങനെയായിരിക്കും: ദൈവകൃപയാൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരൻ ഇങ്ങനെ എല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ച് എല്ലാം ദൈവകൃപയ്ക്ക് ഭരമേൽപ്പിച്ചാണ് സംസാരിക്കുക. ദൈവകൃപയാൽ നന്നായിട്ട് പോകുന്നു, ദൈവകൃപയാൽ ഭംഗിയായിട്ട് പോകുന്നു, ദൈവകൃപയാൽ എല്ലാം ദൈവഹിതപ്രകാരം മുമ്പോട്ട് പോകുന്നു. അങ്ങനെയാണ് മറുപടി പറയുക. ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്തായിരിക്കും എപ്പോഴും ഈ ദൈവകൃപയെക്കുറിച്ച് ഇങ്ങനെ പറയുക. അങ്ങനെ ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പകർന്നു തന്ന ചില ചെറിയ എളിയ ചിന്തകൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താണ് ഈ ദൈവകൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ദൈവകൃപ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്രേസ്? എന്താണ് ഈ കൃപ? ഇതിനെക്കുറിച്ച് നമ്മൾക്ക് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഭയുടെ മതബോധന ഗ്രന്ഥം CCC, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, എന്താണ് ഈ കൃപ, എന്താണ് ഈ ഗ്രേസ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ലളിതമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് CCC പാരഗ്രാഫ് 1996 മതബോധന ഗ്രന്ഥത്തില് ഗ്രേസ് അല്ലെങ്കിൽ കൃപ എന്താണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കാൻ സാധിക്കുന്നതാണ്. ദൈവ മക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവന്റെയും അവകാശികളുമായി തീരാനുള്ള തന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിൽ നിന്നും ദൈവം അയച്ചു തരുന്ന സഹായത്തിനാണ് ദൈവകൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മീനിങ്, ആ ഡെഫിനേഷൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം.
ദൈവത്തിന്റെ മക്കൾ അല്ല ദൈവത്തിന്റെ പുത്രരും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവന്റെയും അവകാശികളുമായി തീരാനുള്ള തന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നമുക്ക് നൽകുന്ന ആനുകൂല്യത്തെ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന സൗജന്യമായ സഹായത്തെ ആണ് ദൈവകൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത്. ഇത് സഭയുടെ മതബോധന ഗ്രന്ഥം പാരഗ്രാഫ് 1996 സഭാ മക്കളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അത് വായിക്കുമ്പോൾ നമുക്ക് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നിയാലും 2 കാര്യങ്ങൾ മാത്രമേ ഇതിലൂടെ സഭ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, അതായത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതി പ്രകാരം ജീവിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ദൈവം നമുക്ക് നൽകുന്ന സൗജന്യമായ സഹായത്തെയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സ്വർഗം നമുക്ക് നൽകുന്ന ആനുകൂല്യത്തെ, സൗജന്യമായ സഹായത്തെയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. 2, നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ദൈവം നൽകുന്ന സഹായത്തെയാണ് ദൈവകൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോ വളരെ സിമ്പിൾ ആണ്. ഗ്രേസ് ഈസ് എ ഗിഫ്റ്റ് ഗിവൺ ബൈ ഗോഡ് ദാറ്റ് വി ഡോണ്ട് ഡിസേർവ്. നമ്മൾ അർഹിക്കാത്ത ഒരു സഹായം സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്കായിട്ട് നൽകുന്നതിനെ കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള സഹായത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിന്റെ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു തടസ്സം വന്നപ്പോൾ ഞങ്ങളൊരു സൊളിസിറ്ററിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അങ്ങനെ സൊളിസിറ്ററിലൂടെയാണ് ഹോം ഓഫീസിലെ പാസ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ലീഗൽ അസിസ്റ്റൻസ് കിട്ടി, നിയമസഹായം അല്ലെ. നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അഡ്വക്കേറ്റ്സ് അല്ല സൊളിസിറ്റേഴ്സിനെ ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യും. അവർ നമ്മളെ ലീഗലി അസിസ്റ്റ് ചെയ്യും. അപ്പൊ ഒരു നിയമസഹായം നമുക്ക് കിട്ടി. ഞാൻ ഒരിക്കലും ഓർക്കുകയാണ്, ഒരു സഹോദരന് എന്നോട് പറഞ്ഞ ഒരു ജീവിതാനുഭവം. അവരിങ്ങനെ വള്ളംകളിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരു പ്രാവശ്യം ഒരു വള്ളംകളി റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു സഹോദരൻ ഒരു നെഞ്ചുവേദനയുണ്ടായി. അപ്പൊ നെഞ്ചുവേദന ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ വള്ളം കരക്കടിപ്പിച്ചു. പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് 1-2 മിനിറ്റിനകം എത്തി. ഈ സഹോദരനെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോയി. അങ്ങനെ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഹാർട്ടിൽ 1-2 ബ്ലോക്കുകളുണ്ട്. പെട്ടെന്ന് തന്നെ കാത്ത് ലാബിൽ കയറ്റി അഞ്ചിയോഗ്രാം ചെയ്തു, അഞ്ചിയോപ്ലാസ്റ്റ് ചെയ്തു, ആ ബ്ലോക്കുകളൊക്കെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു മെഡിക്കൽ അസിസ്റ്റൻസ്, ഒരു വൈദ്യസഹായം അല്ലെ, പലതരത്തിലുള്ള സഹായങ്ങളാണ്. ഇപ്പം ഞാൻ ആയിരിക്കുന്ന UK കുഞ്ഞുമക്കളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് പോകുമ്പോൾ അവർക്ക് ബാങ്കിൽ നിന്നും ലോൺ കിട്ടും, ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും, ഒരു സാമ്പത്തിക സഹായങ്ങൾ കിട്ടും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുക. നമ്മൾ ഓൺലൈനിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരെന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുമ്പോൾ ഓൺലൈനിൽ പെട്ടെന്ന് ടെക്നിക്കൽ അസിസ്റ്റൻസ് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈൻ അസിസ്റ്റൻസ് കിട്ടും. അങ്ങനെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള സഹായങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപക്ഷെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആവാം, ഒരുപക്ഷെ ലീഗൽ അസിസ്റ്റൻസ് ആവാം, ഒരുപക്ഷെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആവാം, ഒരുപക്ഷെ ഓൺലൈൻ അസിസ്റ്റൻസ് ആവാം. അത് എന്ത് തന്നെ ആയാലും ഒരുപാട് സഹായങ്ങൾ പലരിൽ നിന്നായിട്ട് സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായം ഇതൊന്നുമല്ല. ഒരുപക്ഷെ അമേരിക്കയിലായിരിക്കുന്നവർ ചിന്തിച്ചേക്കാം ഒരു ഗ്രീൻ കാർഡ് കിട്ടിയതാണ് ഏറ്റവും വലിയ സഹായം. അതല്ല UK-യിലായിരിക്കുന്നവർ ചിന്തിച്ചേക്കാം ഇവിടെ ഒരു PR കിട്ടി, ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയതായിരിക്കാം ഏറ്റവും വലിയ സഹായം. അതല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കുന്നവർ ചിന്തിച്ചേക്കാം അവിടെ ഒരു പെർമനന്റ് റെസിഡൻസി കിട്ടിയതായിരിക്കാം ഏറ്റവും വലിയ സഹായം. അതല്ലെങ്കിൽ ബാങ്കിൽ നിന്നും ഒരു ലോൺ കിട്ടിയതായിരിക്കാം ഏറ്റവും വലിയ സഹായം. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട്, ഇതിനേക്കാളെല്ലാം അപ്പുറത്ത് നമുക്ക് ദൈവം നൽകുന്ന വലിയൊരു സഹായമുണ്ട്. ആ സഹായത്തിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ, അതല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് സങ്കീർത്തനം 57 അധ്യായം അതിന്റെ 2-3 തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 57 വേഴ്സസ് 2 and 3. സങ്കീർത്തനം 57 അതിന്റെ 2-3 വചനങ്ങൾ. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ തന്നെ. സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് അവിടുന്ന് എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനൻ പറയുന്നത് കേട്ടോ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ, സങ്കീർത്തകൻ പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് അവിടുന്ന് എന്നെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് അവിടുന്ന് എന്നെ രക്ഷിക്കും. സ്വർഗത്തിൽ നിന്നും ദൈവം അയക്കുന്ന ഈ സഹായത്തിന്റെ പേരാണ് ഗ്രേസ് അല്ലെങ്കിൽ കൃപ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന നമ്മുടെ വിഷയം ഇതാണ്: ദൈവകൃപയിൽ എങ്ങനെ നിറയാം, ദൈവകൃപ അനുസരിച്ചുള്ള ഒരു ജീവിതം. ഈ ദൈവകൃപയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക.
അങ്ങനെയാണെങ്കിൽ ഈ ദൈവകൃപ എവിടുന്ന് കിട്ടും? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ദൈവകൃപ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുമല്ലോ, നല്ല പ്രാർത്ഥനയുടെ ജീവിതം ജീവിക്കാൻ പറ്റുമല്ലോ, ഈ ലോകത്തില് ജീവിതമൊക്കെ അവസാനിച്ച് ഈശോ അടുക്കിലേക്ക് പോകാനായിട്ട് സാധിക്കുമല്ലോ, നിത്യജീവനിൽ പ്രവേശിക്കാൻ സാധിക്കുമല്ലോ. എവിടുന്നാണ് ഈ കൃപ കിട്ടുക? ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇതിനെക്കുറിച്ചും സഭ നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എവിടെ നിന്നൊക്കെയാണ് ഈ ദൈവകൃപ നമുക്ക് ലഭിക്കുക? വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ഗ്രേസ്? ഈ കൃപയുടെ ഉറവിടം എവിടുന്നാണ്? ഈ കൃപയുടെ നീർച്ചാലുകൾ എവിടുന്നാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതും സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാരഗ്രാഫ് 1999 മുതൽ 2003 വരെയുള്ള പാരഗ്രാഫുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ഈ കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പൊട്ടി ഒഴുകി വരിക എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നാമതായിട്ട് പാരഗ്രാഫ് 1999 നമ്മളെ പഠിപ്പിക്കുന്നു. അതിങ്ങനെയാണ്: ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കൃപയുടെ പേരാണ് വിശുദ്ധീകരണ കൃപാവരം. ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപാവരം ആദ്യമായിട്ട് കടന്നു വരിക. ജലത്താലും ആത്മാവിനാലും കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നിലേക്ക് ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ഒരു വ്യക്തി തന്റെ മാമോദീസയുടെ സമയത്ത് സ്വീകരിക്കുന്ന കൃപാവരത്തെയാണ് സാങ്ക്ടിഫൈയിങ് ഗ്രേസ് അല്ലെങ്കിൽ വിശുദ്ധീകരണ കൃപാവരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, അപ്പോ ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന കൃപാവരത്തെ, ഗ്രേസിനെയാണ് സാങ്ക്ടിഫൈയിങ് ഗ്രേസ് അല്ലെങ്കിൽ വിശുദ്ധീകരണ കൃപാവരം എന്ന് പറയുന്നത്. എന്തിനാണ് മാമോദീസയുടെ സമയത്ത് സ്വർഗം നമ്മളിലേക്ക് കൃപയെ വർഷിക്കുന്നത്? അതിന്റെ പിന്നിൽ ഒരൊറ്റ ഒരു പർപ്പസേ ഉള്ളൂ. അതും സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉത്ഭവപാപത്താൽ കളങ്കിതമായ നമ്മുടെ ആത്മാവിനെ ജലത്താലും ആത്മാവിനാലും കഴുകി വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഈ ദൈവിക കൃപാവരം നമ്മളിലേക്ക് മാമോദീസയുടെ സമയത്ത് പകരപ്പെടുന്നത്. നോക്കിക്കേ, ഉത്ഭവപാപത്താൽ കളങ്കിതമായ നമ്മുടെ ആത്മാവിനെ കഴുകി വെടിപ്പുള്ളതാക്കുവാൻ, കഴുകി വിശുദ്ധീകരിക്കുവാൻ, കഴുകി വെണ്മയുള്ളതാക്കി മാറ്റുവാനാണ് ഈ സാങ്ക്ടിഫൈയിങ് ഗ്രേസ് അല്ലെങ്കിൽ വിശുദ്ധീകരണ കൃപാവരം മാമോദീസയുടെ സമയത്ത് എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടത്. ഈ കൃപാവരത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. മാമോദീസയുടെ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുന്ന ഈ കൃപയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കൃപ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. ജീവിതത്തില് മാമോദീസ സ്വീകരിക്കുന്ന നിമിഷം മുതൽ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെയും ഈ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ കൃപയ്ക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സ്ഥായിയായ കൃപാവരം, അതല്ലെങ്കിൽ ഹാബിച്വൽ ഗ്രേസ്. സ്ഥായിയായ കൃപാവരം അല്ലെങ്കിൽ ഹാബിച്വൽ ഗ്രേസ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുന്ന നിമിഷം മുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ സാങ്ക്ടിഫൈയിങ് ഗ്രേസ്, വിശുദ്ധീകരണ കൃപാവരം ആ വ്യക്തിയുടെ ജീവിതത്തിലുടനീളം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനെ സ്ഥായിയായ കൃപാവരം അല്ലെങ്കിൽ ഹാബിച്വൽ ഗ്രേസ് എന്നും വിളിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഒന്നാമതായിട്ട് ഫസ്റ്റ് സോഴ്സ് ഓഫ് ഗ്രേസ് നമ്മൾ കണ്ടു. അത് മറ്റൊന്നുമല്ല, മാമോദീസ എന്ന കുദാശയാണ്. മാമോദീസയില് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൃപാവരം വർഷിക്കപ്പെടുന്നത്. അതിന് പറയുന്ന പേരാണ് സാങ്ക്ടിഫൈയിങ് ഗ്രേസ്. രണ്ടാമതായിട്ട് എപ്പോഴാണ് നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് കൃപ, ദൈവകൃപ, ഈ ഗ്രേസ് വർഷിക്കപ്പെടുന്നതെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അത് സഭയുടെ മതബോധന ഗ്രന്ഥം പാരഗ്രാഫ് 2000 അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സഭ നമുക്ക് ടീച്ചിങ് തരുന്നുണ്ട്, സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ മാനസാന്തര സമയത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യുവാൻ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ആ നിമിഷം നമ്മളിലേക്ക് സ്വർഗത്തിൽ നിന്നും ഒരു കൃപ വർഷിക്കപ്പെടും. ആ കൃപയുടെ പേരാണ് ആക്ച്വൽ ഗ്രേസ് എന്ന് പറയും, പ്രവർത്തനാത്മക കൃപാവരം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി മാനസാന്തരപ്പെടാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപാനത്തിന് അടിപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടായി. അതല്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവം പ്രത്യേകമായിട്ട് സ്പർശിച്ചു. അതല്ലെങ്കിൽ ആ വ്യക്തി ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തു, ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ആ വ്യക്തിക്ക് ഒരു മാനസാന്തര അനുഭവം ഉണ്ടായി. ആ വ്യക്തി തീരുമാനമെടുക്കുകയാണ്, ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യപിക്കുകയില്ല. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക തിന്മയുടെ, ഏതെങ്കിലും ഒരു പ്രത്യേക ബന്ധനത്തിലായിരിക്കുന്ന ഒരു വ്യക്തി, ഒരു പ്രത്യേക പാപ കെട്ടിലായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒന്ന് നന്നാകാൻ തീരുമാനമെടുത്തു എന്ന് ചിന്തിക്കുക. ആ പാപബന്ധനത്തിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങാൻ ഒരു തീരുമാനമെടുത്തു. ആ മാത്രയിൽ, ആ നിമിഷം തന്നെ ആ വ്യക്തിയിലേക്ക് സ്വർഗം ഒരു കൃപ പകർന്നു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ആ കൃപയുടെ പേരാണ് ആക്ച്വൽ ഗ്രേസ് എന്ന് പറയുക, പ്രവർത്തനാത്മക കൃപാവരം. അതല്ലെങ്കിൽ ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ നമ്മളൊരു തീരുമാനമെടുത്തു.
ഒരാളെ സഹായിക്കാൻ നമ്മളൊരു തീരുമാനമെടുത്തു, ഒരാളെ സാമ്പത്തികമായിട്ടൊന്ന് സഹായിക്കാൻ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏതെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിന്റെ സമയത്തോ ഒരു വ്യക്തിയിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്ന കൃപാവരത്തിന്റെ പേരാണ് ആക്ച്വൽ ഗ്രേസ് അല്ലെങ്കിൽ പ്രവർത്തനാത്മക കൃപാവരം. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിൽ തന്നെ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് അപ്പസ്തോല പ്രവർത്തനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിലാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സൗൾ എന്ന് പറയുന്ന യുവാവ്, ആ സൗള് ഡമാസ്കസിലേക്കുള്ള തന്റെ വഴി യാത്രയിലുണ്ടായ വലിയൊരു ദൈവാനുഭവം, ആ ദൈവാനുഭവത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ അതിനുശേഷം വരുന്ന 3 ദിവസങ്ങള് ആ സൗളിന് കാഴ്ചശക്തിയില്ലായിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദിവസങ്ങളിൽ അവനൊരു തീരുമാനമെടുത്തു. അവന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാനസാന്തര അനുഭവം ഉണ്ടായി. ആ സമയത്ത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സ്വീകരിച്ച ഒരു കൃപയുണ്ട്. ആ കൃപയുടെ പേരാണ് ആക്ച്വൽ ഗ്രേസ് അല്ലെങ്കിൽ പ്രവർത്തനാത്മക കൃപാവരം. ഞാനിത് നിങ്ങളോട് ഇന്ന് പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏകദേശം 150 തവണയോളം ഗ്രേസ് എന്ന ഒരു പദം, ഗ്രേസ് അല്ലെങ്കിൽ കൃപ എന്നൊരു വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ. പ്രിയപ്പെട്ടവരെ, ആ 150 തവണ ബൈബിളില് കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 100-ലധികം തവണയും ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ഒരാളാണ്. ആ വ്യക്തി മറ്റാരുമല്ല, പൗലോസ് അപ്പോസ്തലനാണ്. പ്രിയപ്പെട്ടവരെ, അതിനൊരു കാരണമുണ്ട്. ബൈബിളില് 150 തവണ കൃപ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അതിൽ 100-ന് മുകളിൽ തവണ ഉപയോഗിച്ചത് പൗലോസ് അപ്പോസ്തലനാകാൻ ഒരു കാരണമുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തര സമയത്ത് ആ വ്യക്തിയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ സ്വർഗത്തിൽ നിന്നും വലിയൊരു കൃപ സ്വീകരിച്ചു. ആ കൃപയുടെ പേരാണ് ആക്ച്വൽ ഗ്രേസ്. ആക്ച്വൽ ഗ്രേസ്, പ്രവർത്തനാത്മക കൃപാവരം. പ്രിയപ്പെട്ടവരെ, ഈ പൗലോസ് അപ്പോസ്തലനെ പോലെ ജീവിതത്തില് നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, മാനസാന്തര അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്കും സ്വർഗം വർഷിക്കുന്ന കൃപയുടെ പേരാണ് പ്രവർത്തനാത്മക കൃപാവരം. അപ്പൊ നമ്മൾ 2 തരം കൃപാവരങ്ങളെ കുറിച്ച് കണ്ടു. ഒന്ന്, മാമോദീസയുടെ സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന കൃപയാണ് വിശുദ്ധീകരണ കൃപാവരം. 2, ഒരു മാനസാന്തര അനുഭവത്തിന്റെ സമയത്തോ അതല്ലെങ്കിൽ ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോഴോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന കൃപയാണ് പ്രവർത്തനാത്മക കൃപാവരം. ഇനി 3-ാമത് ഒരു കൃപയുടെ സോഴ്സ് ഉണ്ട്. ഇനി 3-ാമതൊരു കൃപയുടെ ചാനലുണ്ട്. അതിന്റെ പേരാണ് സാക്രമെന്റൽ ഗ്രേസ്, കൗദാശിക കൃപാവരം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കൃപയുടെ സോഴ്സ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട കൃപയുടെ ചാനലാണ് സാക്രമെന്റൽ ഗ്രേസ് അല്ലെങ്കിൽ കൗദാശിക കൃപാവരം. നമുക്കെല്ലാം അറിയാം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ സാക്രമെന്റ്. അതായത് ഒരു വ്യക്തി ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ, അതെന്തുമായിക്കൊള്ളട്ടെ, വിശുദ്ധ കുർബാനയായിരിക്കാം, പരിശുദ്ധ കുമ്പസാരമായിരിക്കാം, അതെന്തുമായിക്കൊള്ളട്ടെ, ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്ന, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സ്വർഗം പകർന്നു കൊടുക്കുന്ന കൃപയുടെ പേരാണ് സാക്രമെന്റൽ ഗ്രേസ് അല്ലെങ്കിൽ കൗദാശിക കൃപാവരം. പ്രിയപ്പെട്ടവരെ, സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ സാക്രമെന്റ്. എന്താണ് ഒരു കൂദാശ എന്നത്? പരിശുദ്ധാത്മാവിന്റെ അദൃശ്യമായ കൃപാവരത്തെ നമുക്ക് പകർന്നു തരുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഒരിക്കൽ കൂടി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. പരിശുദ്ധാത്മാവിന്റെ അദൃശ്യമായ പ്രസാദവരത്തെ, കൃപാവരത്തെ നമുക്ക് പകർന്നു തരുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം 7 കൂദാശകളെ കുറിച്ചെല്ലാം നമുക്കറിയാം. ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും കുമ്പസാരക്കൂട്ടിലേക്ക് കണ്ണുനീരോടെ കടന്നുപോയി നമ്മുടെ പാപങ്ങള് ഈശോയുടെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, ഓരോ കുദാശകളും സ്വീകരിക്കുമ്പോൾ എന്റെ ദൈവ പൈതലെ ഓർക്കുക, കൗദാശിക കൃപാവരം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് മടി കാണിക്കുമ്പോൾ ഓർക്കുക, ഓരോ പ്രാവശ്യവും കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നുപോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുകി വെണ്മയുള്ളവരാക്കപ്പെടുവാൻ നമ്മളെ തന്നെ വിസമ്മതിക്കുമ്പോൾ ഓർക്കുക, മടി കാണിക്കുമ്പോൾ ഓർക്കുക, കൗദാശിക കൃപാവരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൃപാവരങ്ങൾ കടന്നു വരുവാൻ തന്നിരിക്കുന്ന ഈ അവസരങ്ങളെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തി ദൈവിക കൃപ കൊണ്ട് നിറഞ്ഞവരായിട്ട് നമുക്ക് മാറാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടോക്ക് അവസാനിപ്പിക്കുകയാണ്. ഈ കൃപാവരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ ഗ്രേസ് കൊണ്ട് നമ്മൾ നിറയുന്നത് കൊണ്ട് എന്താണ് ഒരു ഗുണം? എങ്ങനെയാണ് ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ദൈവകൃപ നമ്മളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹായിക്കുന്നത് എന്നുകൂടെ നമ്മളൊന്ന് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞേ ഹല്ലേലൂയ. പലതരം ഉയർത്തി പറയാം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയൊക്കെയാണ് ഈ ഗ്രേസ് അല്ലെങ്കിൽ കൃപ നമ്മളെ സഹായിക്കുന്നത്? ഒന്നാമതായിട്ട്, ഒരു വ്യക്തി ദൈവകൃപ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയെ വലിയ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കും.
ഒരു വ്യക്തി ദൈവകൃപ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയെ വലിയ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുക്കും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ഉം 30-ഉം വചനങ്ങൾ. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തിന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഈ അഭിവാദ്യം കേട്ട് മറിയം കുറച്ച് അസ്വസ്ഥമായി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഈ ദൂതൻ പറയുന്ന ഒരു വാക്കുണ്ട്. അത് 1-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിലാണ്. മറിയമേ, നീ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അവിടെ ഈ ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുകയാണ്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. Gospel of St. Luke chapter 1 verses 30. You have found favor in the sight of the Lord. You have found favor in the sight of the Lord. നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമാതാവായിട്ട് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണമായിട്ട് ബൈബിൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളായിരുന്നു. അങ്ങനെ ദൈവകൃപ നിറഞ്ഞവളായിരുന്നത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഈ വലിയ സ്വർഗീയ പദ്ധതിക്ക് വേണ്ടി ദൈവമായ കർത്താവ്, ത്രിത്വൈക ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും അനേകം സംഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെയാണോ ഓരോരോ കാലഘട്ടങ്ങളിലും ദൈവകൃപ കൊണ്ട് നിറഞ്ഞത്, ആ കൃപ കൊണ്ട് നിറഞ്ഞ മനുഷ്യരെ വലിയ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണം കൂടെ നിങ്ങളോട് ഞാൻ പറയാം. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഒരൊറ്റ വ്യക്തിയെ കുറിച്ചാണ് ബൈബിൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, അത് നോഹയാണ്. ഈ നോഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവചനം. നോഹ ഫൗണ്ട് ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. ഇംഗ്ലീഷ് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നോഹ ഫൗണ്ട് ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. മലയാളം ബൈബിളിൽ ഒരു പക്ഷേ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, നോഹ നീതിമാനായിരുന്നു, നോഹ ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായിരുന്നു, നോഹ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു എന്നൊക്കെ മലയാളം ബൈബിൾ പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ പറയുകയാണ്, നോഹ ഫൗണ്ട് ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. പരിശുദ്ധ അമ്മയെ കുറിച്ച് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്ക്, മേരി ഫൗണ്ട് ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. അതേ വാക്ക് തന്നെയാണ് നോയെ കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 40 രാവും 40 പകലും നീണ്ട വലിയ വെള്ളപ്പൊക്കത്തിലൂടെ ഈ ഭൂതലത്തെയും ഈ ഭൂതലത്തിലുള്ള സമസ്ത ജീവജാലങ്ങളെയും നശിപ്പിക്കുവാൻ ദൈവമായ കർത്താവ് തീരുമാനിച്ചപ്പോൾ ഈ കൃപയിൽ നിറഞ്ഞ നോഹയെയും അവന്റെ കുടുംബത്തെയും മാത്രം അതിൽ നിന്നും മാറ്റി നിർത്താനുള്ള കാരണം. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, വലിയ സ്വർഗീയ പദ്ധതികൾക്ക് വേണ്ടി ഞാനും നിങ്ങളുമെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മൾ ദൈവകൃപ നിറഞ്ഞു കഴിയുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കും ദൈവകൃപയിൽ നിറയാൻ വേണ്ടി നമുക്കും ആഗ്രഹിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ 1994 നഴ്സിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വലിയ ഒരു മൂവ്മെന്റ് അത് ഉണ്ടാക്കി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞാനൊരു സാധാരണ ഒരു കാർഷിക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാനൊരു ഗ്രാമത്തിലാണ് ജീവിച്ചത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ആണുങ്ങൾ നഴ്സിംഗിന് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു നാണക്കേടായിരുന്നു. അപ്പൊ ഞാൻ ഈ നഴ്സിംഗിന് പോകാൻ ഡിസൈഡ് ചെയ്തപ്പോൾ എന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളും അല്ലെ സുഹൃത്തുക്കളും എല്ലാം എന്നെ ഡിസ്കറേജ് ചെയ്തു. അപ്പൊ അവരോട് ചോദിച്ചു, ആണുങ്ങളൊക്കെ നഴ്സിംഗിന് പോകുമോ? അന്നത്തെ കാലത്താന്ന് ഓർക്കണം, ഇപ്പോഴാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും എതിർത്തു. പക്ഷെ എനിക്ക് നല്ലൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു, ഇതൊരു വലിയ ദൈവിക പദ്ധതിയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറയാനല്ല നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. അനേക വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു തീരുമാനം വന്ന് എടുത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് വരാനും ഒരു ജോലി ലഭിക്കാനും എല്ലാം കർത്താവ് ഇടയാക്കിയത്. ഞാൻ ഇന്നായിരിക്കുന്ന ഈ രാജ്യത്തേക്ക് എനിക്ക് വരാൻ എനിക്ക് സാധിച്ചതുകൊണ്ടാണ് ശുശ്രൂഷയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്, മിനിസ്റ്ററിയോട് കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വചനം ഷെയർ ചെയ്യുവാനായിട്ട് എനിക്ക് ഇടയായത് ആ ഒരു തീരുമാനത്തിലൂടെയാണ്. നോക്കിക്കേ, വലിയ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവകൃപ നമ്മളെ തെരഞ്ഞെടുക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, ദൈവകൃപ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവുമെല്ലാം നമ്മളായിരിക്കുന്ന ദേശത്ത് വലിയ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടും. രണ്ടാമതായിട്ട് ദൈവകൃപ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവകൃപ നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കും. നമുക്കെല്ലാം അറിയാവുന്ന ദൈവവചനമാണ് അല്ലെ, നമ്മുടെ ബലഹീനതയിൽ ദൈവകൃപ നമ്മെ സഹായിക്കും. 2 കൊറിന്തോസ് 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ തിരുവചനം, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി
എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാകുന്നത്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലനെ ആ അധ്യായത്തിൽ 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തിലൊരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതെന്നിൽ നിന്നും വിട്ടകലാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം ദൈവമായ കർത്താവിനോട് പറഞ്ഞു. എന്നാൽ അവിടുന്ന് എന്നോട് പറഞ്ഞു, നിനക്കെന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 10ാമത്തെ വചനം ആ പാരഗ്രാഫ് ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്, എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലന്റെ ബലഹീനതയിൽ, പൗലോസ് അപ്പോസ്തലന്റെ ആ കുറവിൽ, പൗലോസ് അപ്പോസ്തലന്റെ ആ പോരായ്മയിൽ അപ്പോസ്തലനെ താങ്ങി നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ തന്റെ 2ാമത്തെ ലേഖനം 12ാം അധ്യായം 9ാം വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം, ചില പോരായ്മകൾ ഉണ്ടായിരിക്കാം, ചില ബലഹീനതകൾ ഉണ്ടായിരിക്കാം. ആ കുറവുകളിലേക്ക് നോക്കി, ആ പോരായ്മകളിലേക്ക് നോക്കി, ആ ബലഹീനതകളിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ ബലഹീനതകളിൽ നിന്നുകൊണ്ട് തന്നെ വിശുദ്ധമായി ജീവിക്കുമ്പോൾ, ആ ബലഹീനതകളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് മാറുമ്പോൾ, ആ ബലഹീനതയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്റെ കൃപയെ നമ്മളിലേക്ക് അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുക. ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കഴിഞ്ഞ ആഴ്ച ഉണ്ടായതാണ്. എന്റെ ജീവിത പങ്കാളി 5 ദിവസം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ ഒരു 9 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് പോയാൽ ചിലപ്പോൾ 5 മണിക്കും 6 മണിക്കും 7 മണിക്കും ഒക്കെ ആയിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. വളരെ ടയർഡ് ആയിരിക്കും, ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും, ഒത്തിരി ചിലപ്പോൾ ഭയങ്കര തലവേദനയൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഇതുപോലെ വീട്ടിലേക്ക് വൈകിട്ട് വന്നു. അപ്പൊ ഞങ്ങൾക്ക് അന്ന് വൈകിട്ടാണ് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ കുടുംബമായിട്ട് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിലെത്തിയ നിമിഷം എന്റെ ജീവിത പങ്കാളിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയം വരെ ഞാൻ ഭയങ്കര ടയർഡായിരുന്നു, ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, തലവേദനയുണ്ടായിരുന്നു, അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ ജീവിത പങ്കാളിനോട് പറഞ്ഞു, ഇപ്പൊ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ജീവിത പങ്കാളിയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖം നല്ല പ്രകാശപൂർണമായിരിക്കുന്നു. ആ ടയർഡ്നെസ് എല്ലാം മാറി നല്ല ആക്റ്റീവ് ആയിരിക്കും, നല്ല വൈബ്രന്റ് ആയിരിക്കുന്നു. അപ്പോൾ എന്റെ ജീവിത പങ്കാളിനോട് പറഞ്ഞു, എനിക്ക് എന്റെ ശരീരത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും മാറി. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ കർത്താവിന്റെ വലിയ കൃപ എന്നിലേക്ക് കടന്നു വന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, സാക്രമെന്റൽ ഗ്രേസ്, ആ കൗതാശികമായ കൃപാവരം എന്റെ ജീവിത പങ്കാളിയിലേക്ക് കടന്നു വന്നപ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും അസ്വസ്ഥതകളെല്ലാം ഈശോ എടുത്തു മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയിൽ ദൈവകൃപ നമ്മെ ശക്തിപ്പെടുത്തുന്നു. അവസാനമായിട്ട് ഈ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനം 2ാം അധ്യായം 11ഉം 12ഉം തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഈ ദൈവകൃപ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു രീതിയെക്കുറിച്ച് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തീത്തോസിന് എഴുതിയ ലേഖനം 2ാം അധ്യായം 11ഉം 12ഉം തിരുവചനങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ നിർമ്മതത്വം ഉപേക്ഷിക്കുവാൻ, ലോകത്തിന്റെ മോഹങ്ങൾ ഉപേക്ഷിക്കുവാൻ, സമചിത്തരായി ദൈവഭക്തിയിൽ നീതിനിഷ്ഠയിൽ ജീവിക്കുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് പറയുകയാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 2ാം അധ്യായം 11ഉം 12ഉം തിരുവചനങ്ങൾ. അവിടെ വചനം ഇപ്രകാരം പറയുന്നു, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ നിർമ്മതത്വവും ഉപേക്ഷിക്കുവാൻ, ലോകത്തിന്റെ മോഹങ്ങൾ ഉപേക്ഷിക്കുവാൻ, സമചിത്തതയോടുകൂടി നീതിനിഷ്ഠയോടുകൂടി ദൈവഭക്തിയിൽ ജീവിക്കുവാൻ അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതല്ലാതായിട്ട് ജീവിക്കുവാൻ ദൈവകൃപ നമ്മളെ സഹായിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് നോ പറയുവാനും ദൈവത്തോട് യെസ് പറയുവാനും, പാപത്തോട് നോ പറയുവാനും വിശുദ്ധിയോടെ യെസ് പറയുവാനും ദൈവകൃപ നമ്മെ സഹായിക്കും. ദൈവഭക്തിയിൽ ജീവിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവകൃപ നമ്മളെ സഹായിക്കും. വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവകൃപ നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കുവാൻ ദൈവകൃപ നമ്മളെ സഹായിക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ദൈവകൃപ നമ്മളെ സഹായിക്കും. 2, നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കും. നിത്യജീവൻ കരസ്ഥമാക്കുവാൻ, നിത്യരക്ഷ നേടുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ദൈവകൃപ ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അവന്റെ ഈ ലോകത്തിലെ ജീവിതം ദൈവഹിതപ്രകാരം ക്രമീകരിക്കപ്പെടും എന്ന് മാത്രമല്ല, മരണശേഷം ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ പോലും ദൈവകൃപ നമ്മെ സഹായിക്കും. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ വേർഡ് ഓഫ് ഗോഡ്,
ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 22 വേഴ്സസ് 21. വെളിപാടിന്റെ പുസ്തകമാണല്ലോ ഏറ്റവും അവസാനത്തെ പുസ്തകം ബൈബിളില്. ഈ വെളിപാടിന്റെ പുസ്തകത്തില് ഏറ്റവും അവസാനത്തെ അധ്യായമാണ് 22ാമത്തെ അധ്യായം. അതിന്റെ ഏറ്റവും അവസാനത്തെ വചനമാണ് 21ാമത്തെ വചനം. ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ വചനം, ബൈബിളിന്റെ കൺക്ലൂഡിംഗ് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 22 വേഴ്സസ് 21 ആണ്. വെളിപാടിന്റെ പുസ്തകം 22, 21 ഇങ്ങനെയാണ് പറഞ്ഞ് ബൈബിൾ നിർത്തുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ബൈബിൾ ഉപസംഹരിക്കുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നത് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ്: ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ വലിയ കൃപ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദൈവകൃപ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ ദൈവകൃപയിൽ നിറഞ്ഞ് ജീവിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.